ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഞാൻ പിൻട്രസ്റ്റിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രേഖ മാമിൻ്റെ കുറേ ഇതേപോലത്തെ പിക്സ് കണ്ടു. എന്ത് ഭംഗിയാണല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലൊരു ആഗ്രഹം തോന്നി നമുക്ക് ഇതേപോലെ ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് നോക്കാമെന്ന്. അപ്പം രേഖ മാമിനെ പറ്റിയിട്ട് നമുക്കറിയാമല്ലോ, ഇത്രയും ഗോർജിയസ് ആയിട്ടുള്ള ഒരു ലേഡി എന്ന് പറയുമ്പോൾ നമുക്ക് ബോളിവുഡിൽ തന്നെ നമ്മൾ ഐശ്വര്യ റായി ഒക്കെ പറയുന്നുണ്ടെങ്കിൽ ഇത്രയും ഏജ്ഡായിട്ട് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുന്ന വേറൊരാളില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അല്ലേ. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ് മാമിൻ്റെ ഔട്ട്ഫിറ്റ്സ് നോക്കിയാൽ തന്നെ. അതേപോലെ തന്നെ നമ്മുടെ ഓർണമെൻറ്റ്സ് ആയിക്കോട്ടെ, മേക്കപ്പ് ആയിക്കോട്ടെ, എന്ത് കാര്യം തന്നെ ആയാലും എന്ത് രസമായിട്ട് ഓരോന്ന് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഓരോരോ പുതിയ പിക്സ് വരുമ്പം തന്നെ ഒരു 24 വയസ്സുള്ള എനിക്ക് പോലും അസൂയ തോന്നുന്ന ഒരു തരത്തിലാണ് മാമിൻ്റെ ഔട്ട്ഫിറ്റ് കളക്ഷൻ ആയാലും ഓർണമെൻറ്റ്സ് ആയാലും മേക്കപ്പിൻ്റെ രീതികളൊക്കെ ആയാലും എന്ത് ഭംഗിയായിട്ട് ചെയ്തിരിക്കണം. നമുക്ക് സത്യം പറഞ്ഞാൽ ആ ഫേസ് കാർഡ് അത്രയ്ക്ക് ഒരു പവർഫുൾ ആയതുകൊണ്ടാണ് ഇത്രയും അടിപൊളിയായിട്ട് നമുക്ക് തോന്നുന്നത്. പലപ്പോഴും അവരൊക്കെ യൂസ് ചെയ്യുന്നതിൻ്റെ മേക്കപ്പിൻ്റെ ക്വാളിറ്റി ആയിരിക്കാം, സ്കിൻ കെയർ ആയിരിക്കാം, അങ്ങനെ പല കാര്യങ്ങളും ഉള്ളതുകൊണ്ടായിരിക്കാം ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട്, അതായത് ഒരു 70 years ഉള്ള ആൾ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ കാര്യങ്ങൾ കൊണ്ടായിരിക്കാം, നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ കയ്യിൽ അത്രയും ലക്ഷറിയസ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒന്നും ഉണ്ടായിരിക്കില്ല. അതിൽ നമ്മുടെ കയ്യിൽ ഡ്രഗ് സ്റ്റോർ പ്രോഡക്റ്റ്സ് ഒക്കെ കാണത്തുള്ളൂ. എന്നാലും നമുക്ക് ട്രൈ ഔട്ട് ചെയ്യുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. നമുക്കൊരാഗ്രഹം തോന്നുമ്പോൾ അത് നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്തായാലും ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ബേസിക് ആയിട്ടുള്ള നോർമൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ്സാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓരോ പ്രോഡക്ട്സിൻ്റെ പേരും ഞാൻ താഴെ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ കൂടുതലായിട്ട് മാർസിൻ്റെ പ്രോഡക്റ്റ്സാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ പിക്സിലൊക്കെ നോക്കുമ്പോൾ തന്നെ അതിൽ ഏറ്റവും മെയിനായിട്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ പറ്റുന്നത് ഐ ലുക്കും അതേപോലെ ലിപ്സുമാണ്. അപ്പോൾ ലിപ്സ് നല്ല ലിപ്സൊക്കെ നല്ല ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല രസമായിട്ടുള്ള ആ ഫേസിൻ്റെ സ്ട്രക്ചറാണ് ഏറ്റവും കൂടുതൽ നമുക്ക് എന്താ പറയുക, ഇങ്ങനെ എടുത്ത് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഭംഗി തോന്നിക്കുന്ന ആ ഫേസിൻ്റെ സ്ട്രക്ചർ കൊണ്ടാണ്. അത് ഞാൻ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നത്, അതായത് ഈ 70 years മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതെന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ നമുക്കിപ്പം തന്നെ ഒരു 25 years ആവാൻ പോകുന്നേ ഉള്ളൂ എങ്കിൽ നമുക്കിപ്പോഴേ തന്നെ നമുക്ക് മുഖത്തൊക്കെ ഫൈൻ ലൈൻസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഡബിൾ ചിൻ വരുന്നുണ്ട്, ജോ ലൈൻ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും മാമിനെ പറ്റിയിട്ട് നമുക്ക് പറയുമ്പോൾ അത്രയ്ക്കും, അതായത് ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇത്രയും അടിപൊളിയായിട്ട് ഈ ഒരു പ്രായത്തിലിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള പ്രോഡക്റ്റ്സ് വെച്ചിട്ട് എന്തായാലും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്. കൈൻഡ് ഓഫ് ഗ്ലാം ലുക്കാണ് ഞാൻ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുള്ളത്. വളരെ മിനിമലായിട്ടുള്ള പ്രോഡക്റ്റ്സാണ്. നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തിരിക്കാം. അതുപോലെ തന്നെ നമ്മൾ മേക്കപ്പ് ഇതായിപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഹെയറിൻ്റെ കാര്യം കൂടി നോക്കുമ്പോഴാണ് ആ മേക്കപ്പ് മൊത്തത്തിലൊരു ലുക്കായിട്ട് വരുന്നത്. ഞാൻ ഹെയറിൽ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല, എൻ്റെ നോർമലായിട്ടുള്ള ഹെയറാണ്. അപ്പോൾ ഒരുപാട് ആർഭാടങ്ങളൊന്നും ഇല്ലെങ്കിലും എനിക്ക് ഫൈനലായിട്ടുള്ള ഔട്ട്കം ഇഷ്ടമായിട്ടുണ്ട്. ഒരു കൈൻഡ് ഓഫ് ഗ്ലാം ലുക്കാണ്, നല്ല രസമുണ്ട്. പിക്കിലൊക്കെ നല്ല ഭംഗിയുണ്ട്. പിക്കൊക്കെ ഞാൻ ലാസ്റ്റ് കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.